ഇപ്പോൾ കാസർഗോഡ് ചെർക്കളയിലെ കെ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. രഞ്ജിത്തിന്റെ പൊതുദർശനം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ജില്ലാ കളക്ടർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മൃതദേഹം രഞ്ജിത്തിന്റെ വീട്ടിലെത്തിച്ചത്. അരുൺ, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അവിടുത്തെ കാഴ്ചകളെ പറ്റി പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ അലമുറയിടുന്ന ജനക്കൂട്ടത്തെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ എല്ലാ വീട്ടിലും കാണുന്നതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. വിവരങ്ങൾ പറയുവാനും. വിജയകുമാർ, രാത്രി 8:30 കൂടിയാണ് കെ രഞ്ജിത്തിന്റെ മൃതദേഹവുമായി അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയത്. ലീഗൽ ഫോർമാലിറ്റികളെല്ലാം തന്നെ പൂർത്തിയാക്കി 9 മണിയോടുകൂടി സമീപത്തെ അയൽവാസിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പൊതുദർശനം ആരംഭിച്ചു. വീട്ടിലെ ബാധ്യത മുഴുവൻ ചുമലിലേറ്റി 10 വർഷം മുൻപ് പ്രവാസിയായ പ്രിയപ്പെട്ട രഞ്ജിത്തിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒരു നാടൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകൾ, വലിയ ജനക്കൂട്ടം ഇവിടേക്ക് എത്തിയിരുന്നു. അക്ഷമരായി കാത്തുന്ന ജനക്കൂട്ടം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂറോളം ഈ പൊതുദർശനം നീളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ മതപരമായ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം സമീപത്ത് തന്നെ കുടുംബ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും എത്രയും വൈകിയാലും ഈ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഇപ്പോഴും ഈ പൊതുദർശനം തുടരുകയാണ്. സമീപത്തെ വീട്ടിലാണ് ഈ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നത്. പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇനിയും ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് വിജയകുമാർ കാണാൻ സാധിക്കും. എന്തായാലും സങ്കടക്കടലായി മാറിയിരിക്കുന്നു ചെർക്കളയിലെ കുണ്ടടുക്ക പ്രദേശം എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 1 മണിക്കൂറോളം ഈ പൊതുദർശനം നീളുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷമായിരിക്കും ഈ കുടുംബ ശ്മശാനത്തിൽ, വീടിന് സമീപത്തെ കുടുംബ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിജയകുമാർ. കാസർഗോഡ് ചെർക്കളയിലെ കെ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിയത്. സംസ്കാര ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. 100 കണക്കിന് ആളുകളാണ് രഞ്ജിത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.